ഒരു കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സംസാരിച്ച് ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നും സംസാരിച്ചാൽ ശരിയാവൂല. വാശി എങ്ങനെ മാറ്റാൻ പറ്റും? രണ്ടുപേരും കൂടെ വഴക്കൂടിയിട്ട് അവസാനം പ്രതിയാകുന്ന ഞാനാ. സുലോചന, ഞാൻ സുലോചനെ കുറ്റം പറയത്തുള്ളൂ. അവര് തമ്മിലുള്ള വാശിക്ക് സുലോചന ഇതിനെ വഴങ്ങി കൊടുക്കുന്നത്. പോയി പണി നോക്കാൻ പറയണം. ആലിസ, എരുതിയിൽ എണ്ണ ഒഴിക്കരുതേ. സുലോചനയ്ക്ക് അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഒന്നാമത് ഒരെണ്ണം സുലോചനയുടെ അച്ഛനും മറ്റേത് സുലോചനയുടെ ഭർത്താവുമാണ്. ഇച്ചായൻ എന്റെ ഭർത്താവല്ലേ? ആ, ഇച്ചായൻ എന്നോട് അങ്ങോട്ട് പറഞ്ഞു നോക്ക്. വിവരം അറിയും, വിവരം. അതെ, നീ അല്ല സുലോചന. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റൂ? അല്ലെ ഇച്ചായൻ എപ്പോഴും ആണുങ്ങളുടെ പക്ഷമല്ലേ പിടിക്കത്തുള്ളൂ. എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. പറയുമ്പോ വലിയ പുരോഗമനവാദമൊക്കെ പറയും. കാര്യത്തോട് എടുക്കുമ്പോഴേ ഇത് തന്നെ അവസ്ഥ. സുലോചന, അണുകിട വിട്ടുകൊടുക്കരുത്, കേട്ടല്ലോ? അലിസേ, ഇങ്ങോട്ടോ ഒരു കാര്യം പറയട്ടെ. എന്താ ഇച്ചായ? നീ വാ, ഞാൻ പറയാം. ഇപ്പൊ വരാട്ടാ. വാ. ഇടി കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അതിന് ഒരു ആശ്വാസം കിട്ടാനാണ് സംസാരിക്കാൻ സുലോചന ഇവിടെ വന്നത്. നീ ആശ്വസിപ്പിക്കുന്നതിന് പകരം പ്രശ്നം കൂടുതൽ വഷളാക്കല്ലേ? നിർത്ത്. ഇത്തരം കാര്യങ്ങളിൽ ആശ്വസിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ശുദ്ധ തോന്നിയാസമാണ് ഈ ഓമനക്കുട്ട സാറും ആ ലംബോദര മാഷും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരിക്കാം. എന്നാലും നിനക്കൊരു പരിഹാരം പറയാനുണ്ടോ? പരിഹാരം പറയാനില്ലെങ്കിൽ അവരെ തമ്മിൽ അടിച്ചു പിരിക്കരുത്. ഇച്ചായ, ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? എന്തുകൊണ്ട്? ഈ ഇരിക്കുന്ന സുലോചന ഒരു പാവമായതുകൊണ്ട്. എന്ത് തോന്നിയാസം കാണിച്ചാലും തിരിച്ചു പ്രതികരിക്കത്തില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട്. ആ ഉറപ്പാണ് ആദ്യം പോകേണ്ടത്. അപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരമാവും. ആലിസേ, ഇച്ചാനൊന്നും മിണ്ടാതിരിക്കും. ഇതിനുള്ള പരിഹാരം ഞാൻ കണ്ടോളാം. ഇച്ചാൻ അവിടെ നിൽക്കുന്നു. ഓമനക്കുട്ടാ, നല്ലൊരു വക്കീലിനെ കണ്ടുവച്ചോ. നിന്റെ കുടുംബകാര്യത്തിനൊരു തീരുമാനം ആവുമെന്ന്. എന്നെ ഉപദേശിക്കാൻ വിളിച്ചതാ. അത് എന്നെ. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇത്രയും നാള് ഉപദേശിച്ചിട്ട് ഞാൻ നന്നായോ? സുലോചന ഇവിടുത്തെ രീതികളൊക്കെ കണ്ടല്ലോ. ഞാൻ ഇച്ചായനെ ഒരു വരച്ച വരയിൽ അങ്ങ് നിർത്തിയിരിക്കുക. സുലോചന അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാ. ഞാൻ എന്ത് ചെയ്യാനാ? ആലീസ് പറ. എനിക്ക് രണ്ടുപേരും വേണം. ആലീസിന് ഇവിടെ ജോർജ് കുട്ടിയുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെ? എനിക്ക് അങ്ങനെ അല്ലല്ലോ. പിന്നെ ഒരാളെ നിലയ്ക്ക് നിർത്താമെങ്കിൽ രണ്ടുപേരെ കൈകാര്യം ചെയ്യാനാണോ ഇത്ര പാട്? സുലോചനയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്യാവോ? ആലീസ് പറ. സമയം പോലും ശരിയല്ല. നീ എവിടെയായിരുന്നു? വെറുതെ ജോർജ് കുട്ടിയുടെ വീട് വരെ. സുലോചനെ, കാര്യം നിങ്ങൾ പരിചയക്കാരായിരിക്കാം. അതിന് വിട്ട അടുപ്പം അത്ര നല്ലതല്ല. കാരണം അവർ നമ്മുടെ വാടകക്കാരാണ്. അതിന് വിട്ട അടുപ്പം കാണിച്ചാൽ ഇതിന്റെ പേരിൽ നാളെ അവർ വാടക തരാൻ പോലും മടിക്കും. നമുക്കൊന്നും നിർബന്ധിച്ച് ചോദിക്കാനും പറ്റില്ല. വാടക തരാതിരിക്കാനുള്ള ദാരിദ്ര്യമൊന്നും അവർക്കില്ല. ഇതുവരെ കൃത്യമായിട്ട് ഒരു വാടക തരുന്നുണ്ടല്ലോ, ഇനിയും തരും. അച്ഛന്റെ ഈ പേടി ആദ്യം മതിയാക്കും. നീ ആഹാരം എടുക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഇല്ലേ? ഇല്ല. എന്താ കാര്യം? അടുക്കള പണി രാവിലത്തോടു കൂടി ഞാൻ നിർത്തി. മനുഷ്യൻ കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോ നിങ്ങളുടെ ഈ കുറ്റം പറിച്ചിട്ടുണ്ടല്ലോ, ആദ്യം അതങ്ങ് നിർത്ത്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അങ്ങനെയാ. ഇനി മുതൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അഥവാ ഉണ്ടാക്കി തന്നെ എനിക്ക് മാത്രം ഉണ്ടാക്കി കഴിക്കും. നിങ്ങൾ രണ്ടും കൂടെ വിശന്നിരുന്നോളൂ. ചേടാ, ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ? അങ്ങനെ അഭിപ്രായം പറയണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണ കാര്യത്തിന് ഇനി കുറ്റം പറയില്ലെന്ന് സത്യം ചെയ്താൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അഭിപ്രായം പറച്ചില് അമ്മാവനെതിരെ കൂടുതല. ഞാനേ രണ്ടുപേരുടെയും കൂടിയാ പറഞ്ഞത്. അച്ഛൻ മാത്രം ഉറപ്പ് പറഞ്ഞാൽ പോരാ, കുട്ടേട്ടനും ഉറപ്പ് പറയണം. ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ഞാൻ ഒരു വക ഉണ്ടാക്കൂല. എനിക്കുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കഴിക്കാം, നിങ്ങൾക്കുള്ളത് നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. എന്തോന്ന് വെച്ചാൽ ചെയ്തു.
നീ ഒറ്റ ഒരുത്തന അതിനൊക്കെ കാരണക്കാരൻ. കറിക്ക് ഉപ്പില്ലെന്ന് പറഞ്ഞ നീയല്ലേ? കറിക്ക് എരിവില്ലെന്ന് പറഞ്ഞത് അമ്മാവനല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും ഓമനെ കുട്ട? അവൾ പറയും പോലെ കേക്കാം. അല്ല വല്ലതുമൊക്കെ കഴിക്കണ്ടേ? പട്ടിണി കിടന്ന് ചാവാൻ പറ്റില്ലല്ലോ. അല്ല വേറെന്ത് വഴി? എന്ത് തീരുമാനിച്ചു? ഞാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഇനി ഒരു കുറ്റവും പറയത്തില്ല. അച്ഛനൊന്നും പറഞ്ഞില്ല. അങ്ങനെ തന്നെ. എങ്ങനെ തന്നെ? കുറ്റം പറയില്ല. വാക്ക് വാക്ക്. ഇതെങ്ങാനും തെറ്റിച്ച ഈ വീട്ടിൽ നിന്ന് ഒരു സാധനം രണ്ടുപേരും കഴിക്കില്ല. രണ്ടുപേരും കൈ കഴുകിട്ട് വാ, ഭക്ഷണം എടുത്ത് വെക്കാം. എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തന. നന്നായി പോയി. ഒരാൾക്ക് ഉപ്പും പോരാ, ഒരാൾക്ക് മുളകും പോരാ. മുളക് പോരല്ലേ? സുലോചനെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോവാ. ഇന്ന് നല്ല വിശപ്പ്. പറയണാട്ടാ തോന്നുന്നു ഇന്നലെ വിശപ്പില്ലാത്ത പോലെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ എന്തെങ്കിലും പറയും, അത് കേട്ട് സുലോചനയ്ക്ക് ദേഷ്യം വരും. അവൾ എന്തെങ്കിലും പറയും. നമ്മൾ രണ്ടുപേരും പട്ടിണിയിലാവും. അതുകൊണ്ട് മര്യാദയ്ക്ക് മിണ്ടാതിരി. കൊണ്ടുപോവാ മോളെ. ദാ ഇത് അച്ഛനോ, ദാ ഇത് കുട്ടേട്ടൻ. സ്പെഷ്യലാ. എന്താ കഴിക്ക്. എന്താച്ചാ, എങ്ങനെയുണ്ടാച്ചാ? വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. കഴിക്കച്ചാ. എന്തോ കുട്ടേട്ടാ? അടിപൊളി, സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിക്കേട്ടാ, കൊള്ളൂല്ലേ? സൂപ്പർ, അടിപൊളി. എന്താച്ചാ? ഒന്നുമില്ല, വളരെ രുചികരമായ ഭക്ഷണം. എരിവൊക്കെ കറക്റ്റ് ആണോ? അച്ഛന് എരിവ് പോരാന്ന് പരാതിയല്ലേ, അതുകൊണ്ട് ഇപ്പൊ പാകത്തിന് ഇട്ടിട്ടുണ്ട്. കൊള്ളാമോ അച്ഛാ? എന്റെ മോളുണ്ടാക്കുന്നല്ലേ, നല്ല രുചിയാ. ഒരു പച്ചമാങ്ങ കൂടെ കിട്ടുമോ? എന്തിനാ? ഈ കറിയിലൂടെ ആണെങ്കിൽ സൂപ്പർ ആയിരുന്നു. കുട്ടേട്ടന് ഉപ്പില്ലാന്നുള്ള പരാതി മാറിയില്ലേ? കറക്റ്റ്. കഴിക്ക്. അയ്യോ, വെള്ളം ഇപ്പൊ കുടിക്കണ്ട, ചോറ് അത്രയും കഴിച്ചിട്ട് കുടിച്ചാറ്. എന്താ കുട്ടേട്ടാ? അതിന് മുഴുവൻ കഴിച്ചിട്ട് വേണം കുടിച്ചാൽ. അച്ഛാ, ഇനി എന്നും ഇങ്ങനെ കറി ഉണ്ടാക്കിയ പോരെ? കുട്ടേട്ടനോ? ഇങ്ങനെ മതി. നല്ല രുചി. എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ. അച്ഛാ, ഇന്ന് കരയണ സന്തോഷം കൊണ്ടാ. എന്റെ മോൾ എന്തുണ്ടാക്കില്ല.